മാർച്ച് 15, 2026 കാലിഫോർണിയയിലെ ഡോൾബി തിയേറ്റർ താരനിബിഡമാണ്. അഡ്രിയൻ ബ്രോഡി എൻവലപ്പ് തുറന്നു. ആൻഡ് ഓസ്കർ ഗോസ് ടു മൈക്കിൾ ബി ജോർദാൻ. ആ പേര് പറഞ്ഞതും വേദി ഒന്നാകെ കയ്യടി കൊണ്ടും ആർപ്പിയൊളി കൊണ്ടും നിറഞ്ഞു. എന്നാൽ മികച്ച നടൻ മാത്രം അനങ്ങിയില്ല. അയാൾ ആ മൊമെന്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ഇടതുവശത്ത് ഇരുന്ന അയാളുടെ അമ്മ ആ കൈകളിൽ ഭദ്രമായി പിടിച്ചു തൻ്റെ മകനെ വാരിപ്പുണർന്നു. ഇതേ കാലിഫോർണിയയിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ മൈലുകൾ അകലേക്ക് താമസം മാറ്റിയ തൻ്റെ കുടുംബത്തിൻ്റെ യാത്ര അയാൾ അന്നേരം ഓർത്തു കാണും. അമ്മയുടെ കൈപിടിച്ച് കാസ്റ്റിംഗ് ഏജന്റുമാരെ കാണാൻ പോയതും അവർ തഴഞ്ഞതും ആ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. 26 വർഷത്തെ കരിയറിനിടെ തൻ്റെ മികച്ച പല കഥാപാത്രങ്ങളും നോമിനേഷനിൽ പോലും ഇടം പിടിക്കാതെ തഴയപ്പെട്ടപ്പോൾ അയാൾ തകർന്നിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം മറികടക്കുന്നതായിരുന്നു ഹോളിവുഡിൻ്റെ വിശ്വവേദിയിൽ ആദ്യ നോമിനേഷനിൽ തന്നെ ജയിച്ച ആദ്യ ഓസ്കാർ. കാലിഫോർണിയയിലെ ഓറഞ്ച് കൗണ്ടിയിലായിരുന്നു മൈക്കിളിൻ്റെ ജനനം. 2 വയസ്സുള്ളപ്പോൾ കുടുംബം ന്യൂജേഴ്സിയിലേക്ക് താമസം മാറ്റി. ഗ്ലാമർ നഗരത്തിൽ നിന്ന് 2800 മൈലിനപ്പുറമുള്ള വയലൻസ് നിറഞ്ഞ നഗരത്തിലേക്കുള്ള ജേണി മൈക്കിളിന് എളുപ്പമായിരുന്നില്ല. ആ പേര് പോലും അവനെ വേട്ടയാടി. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ലെജൻഡ് മൈക്കിൾ ജോർദാൻ്റെ പേരുമായുള്ള സാമ്യത ചെറുപ്പകാലത്ത് ഒട്ടേറെ ബുള്ളിങ്ങിന് കാരണമായി. ഫാമിലിക്ക് അതൊരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നെങ്കിലും തനിക്കത് അമേരിക്കയിലെ ഏറ്റവും മോശമായ സ്ഥലമായാണ് അനുഭവപ്പെട്ടത്. ആളുകൾ കൊല്ലപ്പെടുന്നത് നേരിട്ട് കാണേണ്ടി വന്നു. ആകെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ മയക്കുമരുന്നിന് അടിമകളായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ആ ഒറ്റപ്പെടലിലും അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തൻ്റെ യാത്ര മറ്റൊന്നാണെന്ന തിരിച്ചറിവാണ്. ചെറുപ്രായത്തിൽ തന്നെ മൈക്കിൾ ഒരു കുഞ്ഞ് അമേരിക്കൻ ബ്രാൻഡിൻ്റെ മോഡലായി. ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ അവന് പേടിയില്ലായിരുന്നു. ആ ഫീലിംഗ് അവനെ വല്ലാതെ ഭ്രമിപ്പിച്ചു. ഒരു ദിവസം ഡോക്ടറെ കാണാൻ പോയ അമ്മ ഡോണ അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോട് ജോർദാൻ്റെ മോഡലിംഗ് കരിയറിനെ പറ്റി വാതോരാതെ സംസാരിച്ചു. ഇത്ര ചെറിയ പ്രായത്തിലെ മോഡലിംഗിൽ പ്രതിഭ തെളിയിച്ച മകനെ TV സീരീസുകളിലേക്ക് ഓഡീഷന് പറഞ്ഞ് അയച്ചൂടെ എന്ന് ആ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇത് ഡോണയിലും കുഞ്ഞു മൈക്കിളിലും പ്രതീക്ഷ നിറച്ചു. മകൻ്റെ മാനേജറായി മാറിയ ഡോണ അവനെയും കൊണ്ട് കാസ്റ്റിംഗ് ഏജന്റുമാരുടെ അടുത്തേക്ക് മാറി മാറി സഞ്ചരിച്ചു. ആദ്യമായി മൈക്കിൾ തല കാണിക്കുന്നത് എപ്പിക് സീരീസായ സൊപ്രാനോസിൽ ഒരു എക്സ്ട്രയായി വെറും 30 സെക്കൻഡ് സീനിലാണ്. അന്ന് സ്കൂൾ കട്ട് ചെയ്യാമല്ലോ എന്ന് മാത്രമായിരുന്നു ചിന്തയെന്ന് മൈക്കിൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ദ വയറിലെ വാലസ് എന്ന ക്യാരക്ടറാണ് കരിയറിലെ ടേണിംഗ് പോയിന്റ്. ആദ്യം ഓഡീഷൻ ചെയ്തത് മറ്റൊരു കഥാപാത്രത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ അത് ചെയ്യാൻ വളരെ യങ് ആയതിനാൽ വാലസിലേക്ക് എത്തി. ആ ക്യാരക്ടറിന് ഒരുപാട് അപ്രിസിയേഷൻ ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് സിനിമകളും സീരീസുകളുമായി മൈക്കിൾ കരിയർ ബിൽഡ് ചെയ്തു. സിനിമകളേക്കാൾ കൂടുതൽ സീരീസുകളായിരുന്നു അക്കാലത്ത് മൈക്കിളിനെ പ്രശസ്തനാക്കിയത്. 2013 റയാൻ കൂക്ലറുമായി മൈക്കിൾ ആദ്യമായി കൊളാബറേറ്റ് ചെയ്യുന്നത്. ഫ്രൂട്ട്വെൽ സ്റ്റേഷനിൽ ഓസ്കർ ഗ്രാൻഡായി മൈക്കിൾ എത്തി. ഓക്ലാൻഡിലെ ഫ്രൂട്ട്വെൽ സ്റ്റേഷനിൽ 2009 ഒരു പോലീസുകാരനാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവസാന മണിക്കൂറുകളാണ് സിനിമ പറഞ്ഞത്. പോലീസ് ക്രൂരതയുടെ വ്യക്തിയുമായി മാത്രമല്ല, ഒരു മകനായി, അച്ഛനായി, ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായാണ് മൈക്കിളിനെ പ്രസന്റ് ചെയ്തത്. ഒരു സിനിമയെ ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ തനിക്കാകുമെന്ന് മൈക്കിൾ തെളിയിച്ച ചിത്രം കൂടിയായി ഫ്രൂട്ട്വെൽ സ്റ്റേഷൻ. പിന്നീട് അങ്ങോട്ട് സിന്നേഴ്സ് വരെ നീളുന്ന സിനിമകളിൽ മൈക്കിൾ ബി ജോർദാന്റെ ഐക്കോണിക് കഥാപാത്രങ്ങളെല്ലാം പിറന്നത് കൂഗ്ലറുമായി ചേർന്നപ്പോഴാണ്. സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ ഐക്കോണിക് റോക്കി ഫ്രാഞ്ചൈസിലെ ക്രീഡ്, മാർവലിന്റെ ബ്ലാക്ക് പാന്തർ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം ജോർദാന്റെ ബെസ്റ്റ് പെർഫോമൻസുകളാണ്. ബ്ലാക്ക് പാന്തറിലെ കിൽമോങ്കർ ഗ്ലോബലി ഫാൻ ബേസ് ഉള്ള കഥാപാത്രമാണ്. അവസാനമായി ഇരുവരും ഒന്നിച്ചപ്പോൾ ഇരട്ട വേഷത്തിലെത്തി ഞെട്ടിച്ച് മികച്ച നടനുള്ള ഓസ്കാർ കൂടിയാണ് മൈക്കിൾ സ്വന്തമാക്കിയത്. സിന്നേഴ്സിന്റെ സത്താണ് ജോർദാൻ. അയാളില്ലെങ്കിൽ ആ സിനിമയില്ല. ഒരേ സമയം നായകനായും അയാൾ നേരിടുന്ന പ്രതിസന്ധിയായും സ്മോക്കായും സ്റ്റാക്കായും മൈക്കിൾ നൽകിയത് ബെസ്റ്റ് പെർഫോമൻസ്. 4 ഓസ്കാറാണ് സിന്നേഴ്സ് സ്വന്തമാക്കിയത്. കയ്യിൽ അക്കാദമി അവാർഡും പിടിച്ചുകൊണ്ട് ജോർദാൻ നന്ദി പറഞ്ഞത് തൻ്റെ പൂർവികർക്കാണ്. ഒപ്പം സിഡ്നി പോയിറ്റിയർ മുതൽ വിൽ സ്മിത്ത് വരെ നീളുന്ന കറുത്ത വംശത്തിൽപ്പെട്ട മുൻ ജേതാക്കളോടും. തൻ്റെ സുവർണ്ണ കാലത്തിലാണ് ഇന്ന് അയാൾ ജീവിക്കുന്നത്. ഗോൾഡൻ ഗ്ലോബ്സിലും ക്രിട്ടിക്സ് ചോയ്സിലും ബാഫ്തയിലും ലഭിക്കാത്ത ആ പുരസ്കാരം ഓസ്കാർ വേദിയിൽ അയാളെ തേടിയെത്തി. കാലം കാത്തുവെച്ച കാവ്യനീതി എന്നോണം.